ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. ബാല എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ബാലേന്ദ്ര ഷാ നേപ്പാളിന്റെ പ്രധാനമന്ത്രിയായി റാപ്പ് സംഗീത വിദ്വാനായ ബാലേന്ദ്ര പാട്ടുപാടിയാണ് നേപ്പാളിന്റെ പ്രധാനമന്ത്രി സ്ഥാനം പിടിച്ചെടുത്തത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് നേപ്പാളിന്റെ തലസ്ഥാനമായ കാഠ്മണ്ഡു നഗരത്തിന്റെ മേയർ സ്ഥാനത്തെത്തിയതിനെ തുടർന്നാണ് ഈ പാട്ടുകാരനെ നേപ്പാളിലെ രാഷ്ട്രീയക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. മേയർ എന്ന നിലയിൽ നടപ്പിലാക്കിയ മാലിന്യ സംസ്കരണ പദ്ധതികളും അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റലും വലിയ വിവാദമായി. എന്നാൽ ഈ ചെറുപ്പക്കാരൻ്റെ ജനപിന്തുണ ഒട്ടും കുറഞ്ഞില്ല. അഴിമതി, സ്വജനപക്ഷപാതം, തൊഴിലില്ലായ്മ തുടങ്ങിയവ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ സെപ്റ്റംബറിൽ യുവാക്കൾ സമരം ആരംഭിച്ചതിനെ തുടർന്നാണ് നേപ്പാളിൽ ഭരണമാറ്റമുണ്ടായത്. പ്രധാനപ്പെട്ട കക്ഷികൾക്കൊപ്പം മത്സരിച്ച സ്വതന്ത്ര രാഷ്ട്രീയ പാർട്ടിയാണ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. 4 വർഷം മുമ്പ് രൂപീകരിച്ച ഈ പാർട്ടിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നു ബാലേന്ദ്ര ഷാ. വലിയ പ്രതീക്ഷയോടെയാണ് നേപ്പാൾ ഇദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കുന്നത്. കോവിഡ് കാലയളവിലേതുപോലെ രാജ്യത്തുടനീളം ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുമെന്ന വാർത്ത ഭാരത സർക്കാർ നിഷേധിച്ചു. യുദ്ധം തുടങ്ങി 1 മാസം പിന്നിടുമ്പോഴും ആഭ്യന്തര വിപണിയിൽ പെട്രോളിൻ്റെ വില മാറ്റമില്ലാതെ തുടരുന്നു. യുദ്ധം ആരംഭിക്കുമ്പോൾ 1 ബാരൽ ക്രൂഡ് ഓയിലിൻ്റെ വില $82 ഇപ്പോൾ വില $122 ഉയർന്നിട്ടുണ്ട്. ഡോളറിൻ്റെ എക്സൈസ് തീരുവ 13% നിന്നും 3% കുറച്ചു. ഡീസലിൻ്റെ എക്സൈസ് നിധി പൂർണ്ണമായും കുറവ് ചെയ്തു. അതുകൊണ്ടാണ് പമ്പുകളിൽ വില വർധനവ് അനുഭവപ്പെടാത്തത്. എന്നാൽ പാചകവാതകത്തിൻ്റെ ദൗർലഭ്യം മൂലം ഒട്ടുമിക്ക ഹോട്ടലുകളും അടഞ്ഞുകിടക്കുകയാണ്. 5 ദിവസത്തേക്ക് ഇറാന് നൽകിയിരുന്ന ഇളവ് 10 ദിവസമായി വർദ്ധിപ്പിച്ചതായും ഇറാനുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതായും ട്രംപ് അവകാശപ്പെടുന്നു. ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പലുകളെ കടത്തിവിട്ടതായും ഇറാനും അറിയിച്ചിട്ടുണ്ട്. ഈ യുദ്ധം വലിയ ഒരു ആഗോള പ്രതിസന്ധിയാണ്. ഇത് പരിഹരിക്കാതെ അധികകാലം മുമ്പോട്ട് പോകാൻ കഴിയില്ല. അടിമത്വം മാനവരാശിക്കെതിരെയുള്ള ഗൗരവമായ കുറ്റകൃത്യമാണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയം ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി പാസാക്കി. ആഫ്രിക്കൻ രാജ്യമായ ഘാനയാണ് പ്രമേയം അവതരിപ്പിച്ചത്. 123 രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചു. അമേരിക്ക, അർജന്റീന, ഇസ്രായേൽ തുടങ്ങി 3 രാജ്യങ്ങൾ പ്രമേയത്തെ എതിർത്തു. യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളും UK-യുമടക്കം 52 രാജ്യങ്ങൾ വോട്ടിങ്ങിൽ പങ്കെടുത്തില്ല. അടിമത്വം കുറ്റമായി പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം അടിമകളാക്കപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ലോകം മാപ്പപേക്ഷിക്കണമെന്നും ആവശ്യപ്പെടുന്നതാണ് പ്രമേയം. അമേരിക്ക പ്രമേയത്തെ എതിർക്കുകയും യൂറോപ്യൻ യൂണിയൻ വോട്ടിങ്ങിൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് നാമമാത്രമായ വിജയം മാത്രമാണ് പ്രമേയം നേടിയത്. അടിമകളുടെ വിയർപ്പാണ് അമേരിക്കയെയും യൂറോപ്പിനെയും ഇന്നത്തെ നിലയിൽ എത്തിച്ചത്. നഷ്ടപരിഹാരം നൽകിയില്ലെങ്കിലും അപരാധങ്ങൾ ഏറ്റുപറഞ്ഞ് മാപ്പപേക്ഷിക്കാനെങ്കിലും ഇവർ തയ്യാറാകണം. അമേരിക്കയെ പോലെ വൻ ശക്തിയായ ഒരു രാജ്യത്തെ ഇറാനെ പോലെയുള്ള ഒരു രാജ്യം പരിഹസിക്കുന്നു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ.
ചർച്ചകൾ പുരോഗമിക്കുന്നു എന്ന ട്രംപിന്റെ പരാമർശനത്തിന് ഞങ്ങൾ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല, അവർ തമ്മിലാണ് ചർച്ചകൾ നടക്കുന്നത് എന്ന് ഇറാൻ പ്രതികരിച്ചു. പാകിസ്ഥാൻ വഴി 15 നിർദ്ദേശങ്ങൾ ഇറാന് നൽകിയതിനെയാണ് ചർച്ച എന്ന് ട്രംപ് വിശേഷിപ്പിച്ചത്. അമേരിക്കയ്ക്ക് 5 നിർദ്ദേശങ്ങൾ തിരികെ നൽകിക്കൊണ്ടാണ് ഇറാൻ പ്രതികരിച്ചത്. അമേരിക്ക പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുന്നു എന്നല്ലാതെ ചർച്ച ചെയ്യാം എന്ന് ഇതുവരെ ഇറാൻ പറഞ്ഞിട്ടില്ല. 2 പരമാധികാര രാഷ്ട്രങ്ങൾ എന്ന നിലയിൽ പരസ്പരം അംഗീകരിച്ചുകൊണ്ടുള്ള ചർച്ചകൾ ഉണ്ടാകണം. ട്രംപിൻ്റെ പ്രത്യേക പ്രതിനിധി വിറ്റ്കോഫും മരുമകൻ ജെറാഡ് കുഷ്ണറുമായി ചർച്ച നടത്താൻ താൽപ്പര്യമില്ലെന്നും ചർച്ച ആഗ്രഹിക്കുന്നുവെങ്കിൽ വൈസ് പ്രസിഡന്റ് വാൻസിനെ അയക്കാനാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. ട്രംപ് പ്രതീക്ഷിക്കുന്നത് പോലെ ചർച്ചകൾ പുരോഗമിക്കില്ല എന്ന സൂചനയാണ് ഇറാൻ നൽകുന്നത്. നീതിന്യായ നിർവഹണത്തിൽ സമഗ്രമായ മാറ്റം കൊണ്ടുവരുന്നതിനായി ഒരു ബില്ല് അവതരിപ്പിക്കാൻ ഇറ്റലി നടത്തിയ ഹിതപരിശോധന പരാജയപ്പെട്ടു. ഭരണഘടനാ ഭേദഗതിക്ക് തുല്യമായ നിയമങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പായി ജനവിധി തേടണം എന്നാണ് ഇറ്റലിയിലെ നിയമം. ബാലറ്റ് പേപ്പർ പോലെയുള്ള ഒരു പേപ്പറിൽ ബില്ലിനെ അനുകൂലിക്കുന്നവർ യെസ് എന്നും എതിർക്കുന്നവർ നോ എന്നും രേഖപ്പെടുത്തണം. ഒരു മിനി തിരഞ്ഞെടുപ്പ് തന്നെയാണ്. നീതിന്യായ രംഗത്തുള്ള അഴിമതി അവസാനിപ്പിക്കാൻ നിർദ്ദിഷ്ട ബില്ല് ആവശ്യമാണെന്നായിരുന്നു പ്രധാനമന്ത്രി മെലാനിയയുടെ വാദം. നീതിന്യായ വ്യവസ്ഥിതിയിൽ ഇടപെടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ബില്ല് കൊണ്ടുവരുന്നത് എന്ന് പ്രതിപക്ഷം വാദിച്ചു. തിങ്കളാഴ്ച നടന്ന ഹിതപരിശോധനയിൽ ജനം ഭരണകക്ഷിയെ തള്ളുകയും പ്രതിപക്ഷത്തിന് അനുകൂലമായി വോട്ടു രേഖപ്പെടുത്തുകയും ചെയ്തു. ഹിതപരിശോധന പരാജയപ്പെട്ടെങ്കിലും പ്രധാനമന്ത്രിയായി തുടരാനാണ് മെലാനിയുടെ തീരുമാനം. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും അഭിപ്രായം രേഖപ്പെടുത്താൻ വോട്ടർമാർക്ക് അവകാശം നൽകുന്നതാണ് ഹിതപരിശോധന. കാൻറ്റർബറിയിലെ 106ാമത് ബിഷപ്പായി സാറാ മൊലാലിയെ ബ്രിട്ടനിലെ രാജാവ് നിയമിച്ചത് ഈ കഴിഞ്ഞ ജനുവരിയിലാണ്. ഇത് ആംഗ്ലിക്കൻ സഭയിൽ പുരോഹിതന്മാർക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന സ്ഥാനമാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ സ്ഥാനം ഒരു വനിതയ്ക്ക് ലഭിക്കുന്നത്. ഹെൻറി 8ാമൻ്റെ കാലത്താണ് ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് അഥവാ ആംഗ്ലിക്കൻ സഭ രൂപപ്പെട്ടത്. അന്നു മുതൽ ഈ സഭയുടെ തലവൻ രാജാവാണ്. എന്നാൽ പുരോഹിതന്മാരിൽ പ്രധാനി കാൻറ്റർബറിയിലെ ആർച്ച് ബിഷപ്പാണ്. സാറായെ കാൻറ്റർബറിയിലെ ആർച്ച് ബിഷപ്പായി ഉയർത്തുന്നതിനോട് സഭയ്ക്കുള്ളിൽ വലിയ എതിർപ്പുണ്ടായിരുന്നു. മെത്രാഭിഷേക ചടങ്ങുകൾ മാർച്ച് 25 നടന്നു. പുരുഷന്മാർ മാത്രം അലങ്കരിച്ചിരുന്ന ഒരു പദവിയിൽ ഒരു സ്ത്രീയെ നിയമിച്ചത് വലിയ ഒരു ചുവടുവയ്പായിട്ടാണ് ലോകം കാണുന്നത്. രാജാവിൻ്റെ സ്ഥാനാരോഹണം പോലെ ദേശീയ പ്രാധാന്യമുള്ള ചടങ്ങുകളിൽ മുഖ്യ കാർമ്മികൻ കാൻറ്റർബറിയിലെ ആർച്ച് ബിഷപ്പാണ്. പ്രഭുസഭയിലെ അംഗമെന്ന നിലയിൽ രാഷ്ട്രീയ അധികാരങ്ങളും ഉണ്ട്. മൂന്നാഴ്ച പിന്നിടുമ്പോൾ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കൂടുതൽ രാജ്യങ്ങൾ ഒരുങ്ങുന്നു. ഹോർമോസ് കടലിടുക്കിലെ പ്രതിരോധം മറികടക്കാൻ 20ലധികം രാജ്യങ്ങൾ ട്രംപിന് പിന്തുണ വാഗ്ദാനം ചെയ്തു. 48 മണിക്കൂറിനകം കടലിടുക്ക് തുറന്നു നൽകിയില്ലെങ്കിൽ സൈനിക നടപടി ഉണ്ടാകും എന്നാണ് ട്രംപിൻ്റെ ഭീഷണി. വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത് ശത്രു രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് മാത്രമാണ് എന്നാണ് ഇറാന്റെ മറുപടി. തങ്ങളെ ആക്രമിച്ചാൽ കടൽ വെള്ളം ശുദ്ധീകരിക്കുന്ന പ്ലാന്റുകൾ തകർക്കുമെന്ന് ഇറാനും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. സൈനിക നടപടിയിൽ മറ്റു രാജ്യങ്ങൾ കൂടി ചേർന്നാൽ ഹോർമോസ് കടലിടുക്കിൽ വലിയ ഏറ്റുമുട്ടലുകളും ഭീമമായ നാശനഷ്ടങ്ങളും ഉണ്ടാകും. കടൽ വെള്ളം ശുദ്ധീകരിക്കുന്ന പ്ലാന്റുകൾ തകർന്നാൽ
ഗൾഫ് മേഖലയിൽ ഗുരുതരമായ കുടിവെള്ളക്ഷാമമുണ്ടാകും. അമേരിക്കയോടൊപ്പം നിൽക്കുന്നത് കൊണ്ടാണ് ഇറാൻ ഈ രാജ്യങ്ങളെ ആക്രമിക്കുന്നത്. ഇതുവരെ ഈ രാജ്യങ്ങൾ ഈ യുദ്ധത്തിൽ ചേർന്നിട്ടില്ല. ഹോർമോസിലേക്ക് സൈന്യത്തെ അയക്കുന്നത് യുദ്ധത്തിൽ ചേരുന്നതിന് തുല്യമാണ്. നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഹോർമോസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ സൈനിക നടപടി ഉണ്ടാകുമെന്ന് ഭീഷണിപ്പെടുത്തിയ ട്രംപ് തന്നെ സമയപരിധി അവസാനിക്കുന്നതിന് മുൻപ് 5 ദിവസത്തേക്ക് ഇറാന്റെ എണ്ണപ്പാടങ്ങളെ ആക്രമിക്കില്ല എന്ന് വ്യക്തമാക്കി. ഇറാനുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതായും ട്രംപ് അവകാശപ്പെട്ടു. ആരുമായി ചർച്ച നടത്തിയിട്ടില്ല എന്നാണ് ഇറാൻ പ്രതികരിച്ചത്. ഫെബ്രുവരി 28 തുടങ്ങിയ യുദ്ധത്തിൽ ഞങ്ങൾ വിജയിക്കുന്നു എന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവകാശപ്പെട്ട ട്രംപ് ഞങ്ങൾ വിജയിച്ചു എന്ന് 2ാമത്തെ ആഴ്ചയിൽ അവകാശപ്പെട്ടു. 3ാമത്തെ ആഴ്ചയിൽ സഖ്യകക്ഷികളുടെ സഹായം തേടി. 4ാമത്തെ ആഴ്ചയിൽ ആക്രമണം നീട്ടിവെച്ചതായും പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്കയെയും പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ ഇസ്രായേലിനെയും 4 ആഴ്ചക്കാലം ഇറാൻ പ്രതിരോധിച്ചത് അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു. താൽക്കാലിക പിന്മാറ്റമല്ല, യുദ്ധം അവസാനിപ്പിക്കണം എന്നാണ് ലോകം ആഗ്രഹിക്കുന്നത്. ലക്ഷ്യങ്ങളൊക്കെ നേടിയെന്ന് ട്രംപും യുദ്ധം അവസാനിപ്പിക്കാമെന്ന് ഇറാനും പറയുന്നു. എന്നാൽ ഹോർമൂസ് കടലിടുക്കിലെ പ്രതിരോധം തകർക്കാൻ ട്രംപ് സഖ്യകക്ഷികളുടെ സഹായം തേടുന്നു. അമേരിക്കയെ ഞെട്ടിപ്പിച്ചുകൊണ്ട് 4000 കിലോമീറ്റർ അകലെ ഇന്ത്യൻ സമുദ്രത്തിലുള്ള ബ്രിട്ടന്റെ സൈനിക താവളങ്ങളെ ഇറാൻ ആക്രമിച്ചു. ബ്രിട്ടീഷ് സൈനിക താവളങ്ങൾ ഉപയോഗിക്കാൻ അമേരിക്കയ്ക്ക് അനുമതി നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ഇറാന്റെ ആക്രമണം ഉണ്ടായത്. വെടി നിർത്താം എന്നല്ല, യുദ്ധം നിർത്താം എന്നാണ് ഇറാന്റെ വാഗ്ദാനം. ഇറാൻ മുമ്പോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ പരിഗണിക്കാൻ അമേരിക്ക തയ്യാറാകണം എന്നു മാത്രം. സമ്പൂർണ്ണ കീഴടങ്ങലാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. ഇസ്രായേലിനെ ആക്രമിച്ചതിനേക്കാൾ കൂടുതൽ തവണ ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചിട്ടുണ്ട്. ചർച്ചകളിലേക്ക് അമേരിക്കയെ ആനയിക്കാനുള്ള തന്ത്രപരമായ നീക്കമായിട്ടാണ് ഗൾഫിലെ ആക്രമണങ്ങളെ വിദഗ്ധന്മാർ കാണുന്നത്. യുദ്ധം തുടരാൻ ഇരു കക്ഷികൾക്കും താൽപ്പര്യമില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യ സന്ദർശിക്കാൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിക്ക് നമ്മുടെ പ്രധാനമന്ത്രി നൽകിയ ക്ഷണം ബംഗ്ലാദേശ് സ്വീകരിച്ചു. വിദ്യാർത്ഥി സമരത്തെ തുടർന്ന് നാടുവിട്ട മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ അഭയം നൽകിയതിനെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ തകരാൻ തുടങ്ങിയത്. വിചാരണയ്ക്കായി ഇടക്കാല ഗവൺമെന്റിന് ഹസീനയെ വിട്ടുകൊടുക്കാൻ ഭാരത സർക്കാർ വിസമ്മതിച്ചു. താരിഖ് റഹ്മാന്റെ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ ആദ്യം തന്നെ മോദി അഭിനന്ദനം അറിയിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നമ്മുടെ ലോകസഭാ സ്പീക്കർ പങ്കെടുക്കുകയും ചെയ്തു. ഇന്ത്യ സന്ദർശിക്കുന്നതിനുള്ള ക്ഷണം സ്വീകരിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അധികം താമസിയാതെ പൂർവസ്ഥിതിയെ പ്രാപിക്കും എന്നതിൻ്റെ സൂചനയാണ്. 5 പതിറ്റാണ്ടോളം പഴക്കമുള്ളതാണ് ഇന്ത്യ ബംഗ്ലാദേശ് സൗഹൃദം. ബംഗ്ലാദേശ് മറ്റൊരു അയൽ രാജ്യം മാത്രമല്ല, ഇന്ത്യക്കുള്ളിലെ മറ്റൊരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സൗഹൃദത്തിന് വലിയ പ്രാധാന്യമുണ്ട്. വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.